നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ മാറ്റം വരുത്താനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം ഇപ്പോൾ നിങ്ങൾ ഉണർന്നിരിക്കുന്ന ഈ സമയമാണ്. കാരണം ഇന്ന് നിങ്ങൾക്ക് ആ മാറ്റം ചെയ്യാൻ കഴിയും, ആ വിജയം നേടാൻ കഴിയും എന്നുറപ്പുള്ളത് കൊണ്ടാണ് പുതിയൊരു പുലരി കാണാൻ നമ്മൾക്കൊരു ഭാഗ്യമുണ്ടായത്. ആ ഭാഗ്യത്തെ വെറുതെ കളയാൻ ഇടവരുത്തരുത്. ഏറ്റവും മനോഹരമായി ഉപയോഗിക്കാം. ഇന്നത്തെ പകൽ ഏറ്റവും നന്മ നിറഞ്ഞതും വിജയം നൽകുന്നതും ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും സൂപ്പർ നോട്ട്സിന്റെ വക ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഏതാ? എക്സ്പോണൻസ് അല്ലേ? അതിന്റെ ബേസ് മുതൽ നമ്മൾ എല്ലാം പഠിച്ചു, ചോദ്യങ്ങളും ചെയ്തു തുടങ്ങി. അതിന്റെ പാർട്ട് 2 കൂടെ കണ്ടിട്ട് നമുക്ക് ആ എക്സ്പോണൻസ് അങ്ങ് സെറ്റ് ആക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് വരാം. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവരും കൂടെ പോരെ, ദാ പിടിച്ചോ പുതിയ ചോദ്യങ്ങൾ. യെസ്, ഇവിടെ അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അടിസ്ഥാന നിയമങ്ങൾ എന്ന് പറഞ്ഞ് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈക്വൽ എ റൈസ് ടു എം പ്ലസ് എൻ, എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ ഈക്വൽ എ റൈസ് ടു എം മൈനസ് എൻ, എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ എന്നാൽ എ റൈസ് ടു എം ഇൻറ്റു എൻ, എ റൈസ് ടു എം ഇൻറ്റു ബി റൈസ് ടു എം എന്നാൽ ഇവിടെ എന്താണ്? പവർ തുല്യമാണെങ്കിൽ ആ രണ്ട് സംഖ്യകളെയും ഗുണിച്ചിട്ട് ആ പവർ അങ്ങിട്ട് കൊടുത്താൽ മതി. ദെൻ എ ബൈ ബി ഹോൾ റൈസ് ടു എൻ എന്നാൽ എ റൈസ് ടു എൻ ബൈ ബി റൈസ് ടു എൻ, എ ബൈ ബി ഹോൾ റൈസ് ടു മൈനസ് എം എന്നാൽ ബി ബൈ എ റൈസ് ടു എം. ഇനി ഇതിന് ശേഷം നമ്മൾ കണ്ടത് കുറച്ച് പ്രത്യേക നിയമങ്ങളാണ്. എ റൈസ് ടു 0 എന്നാൽ 1 ആണ്, എ റൈസ് ടു 1 എന്നാൽ എ തന്നെയാണ്, എ റൈസ് ടു മൈനസ് എം എന്നാൽ 1 ബൈ എ റൈസ് ടു എം, എ റൈസ് ടു എം എന്നാൽ 1 ബൈ എ റൈസ് ടു മൈനസ് എം എന്ന് കൂടി എഴുതാമെന്നുള്ള കാര്യങ്ങൾ കണ്ടു. പിന്നെ കരണികളുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് വൈ എന്നാൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു വൈ ആണ്. പിന്നെ ക്യൂബ് റൂട്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു 1/3 ആണ്. റൂട്ട് ഓഫ് എ എന്നാൽ എ റൈസ് ടു 1/2 ആണ്. പിന്നെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്നാൽ എക്സ് ആണ്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും ഓർത്ത് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനുള്ളതാണ്. അത് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേടാ? ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ചോദ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാം. അതാ നോക്കിക്കേ, ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം 625. എടാ, ഇവിടെ കൃത്യമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 5 റേസ് ടു 2 എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. 5 റേസ് ടു 3 എന്നാൽ 125. ഇനി 5 റേസ് ടു 4 എന്നാൽ എത്രയാണെന്ന് മനസ്സിലാക്കിക്കോണം. 625 ആണ് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, 5 റേസ് ടു 3 125 625 ആണ്. അതുപോലെ 125, അതുപോലെ 5 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ 3125. ദാ ഇത്രയും കാര്യം ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. ആദ്യ 5 പവറുകൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ ഇത് കാണുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 625 റേസ് ടു 0.16. അത് കണ്ട് നിങ്ങൾ ഭയപ്പെടുകയേ വേണ്ട. ഡെസിമൽ വെച്ചുള്ള ഒരു ചോദ്യം ഉറപ്പായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം. അത്തരം ചോദ്യങ്ങൾ കണ്ടാൽ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. 625 ഇൻറ്റു 625 റേസ് ടു 0.09. ഇത് ഏത് രൂപത്തിലാണ്? ദാ നോക്കിക്കേ, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്നാൽ എ റൈസ് ടു എം പ്ലസ് എൻ. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എന്ന രൂപത്തിലല്ലേ? എ എന്താണ് ഇവിടെ? 625. ഇവിടെ പവറുകൾ വ്യത്യസ്തമാണ്. അപ്പൊ എന്ത് എഴുതാൻ പറ്റും? 625 റൈസ് ടു 0.16 പ്ലസ് 0.09 എന്ന് വരും. ഇത് എത്ര വരുന്നടാ? 625 റൈസ് ടു 0.25 എന്ന് വരും. ഓക്കെ അല്ലേ? 0.25 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ കാണേണ്ടത് 25/100 എന്നാണ്. 25 100 കൂടെ വെട്ടിക്കളയുമ്പോൾ ഇത് 1/4 എന്ന് വരും. ഓക്കെ ആണ്? ഒരിക്കൽ കൂടി 625 റേസ് ടു എന്തെന്ന് വരും? 25/100 എന്ന് വരും. ഈ 25 100 കൂടെ വെട്ടുമ്പോൾ ഇവിടെ 4 ഇവിടെ 1, അപ്പൊ 625 റേസ് ടു 1/4. ഇനിയാണ് നമ്മുടെ മർമ്മപ്രധാനമായിട്ടുള്ള സ്റ്റെപ്പ്. ഇവിടെ 625 എന്ന് പറഞ്ഞാൽ 5 റേസ് ടു 4 അല്ലേടാ? അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5 റേസ് ടു 4 ഹോൾ റേസ് ടു 1/4 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ദാ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കുക. ഈ 4ഉം 4ഉം വെട്ടിപ്പോയിട്ട് ഇവിടെ നമുക്ക് ഫൈനൽ ഉത്തരം 5 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പൊ എപ്പോഴും ചിന്തിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസറിലേക്ക് എത്താനുള്ള എളുപ്പവഴിയും അവിടെ തന്നെ ഉണ്ടാകും. ഉത്തരം 5 ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പ് എഴുതുന്നു. ഈ സ്റ്റെപ്പിൽ നിന്നും ഡയറക്റ്റ് പിന്നെ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിലേക്ക് എത്താനായിട്ട് പറ്റും. 625 എന്ന് പറഞ്ഞാൽ 5 റേസ് ടു 4 ആണെന്ന് ഓർക്കണം. 5 റേസ് ടു 4 ഓൾ റേസ് ടു 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? എമ്മും എന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും.
അപ്പൊ 4 ഇൻറ്റു 1/4 എന്ന് പറഞ്ഞാൽ 4/4 1 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പൊ ദാ ഈ 3 സ്റ്റെപ്പുകൾ മാത്രം മതി. ഒന്നാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, ദാ മൂന്നാമത്തെ സ്റ്റെപ്പ്. ഈ 3 സ്റ്റെപ്പുകൾ മാത്രം എഴുതിയാൽ നമുക്ക് എന്താ, അല്ലെ ആ 3 സ്റ്റെപ്പുകളിലൂടെ 3 സ്റ്റെപ്പിൽ നമുക്ക് അവിടെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ക്ലിയർ ആണ്, സെറ്റ് ആണ്, മനോഹരമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായി. എന്താണ് ചെയ്യുന്നത് ഒരിക്കൽ കൂടി ജസ്റ്റ് ഒന്ന് പറയുന്നു. നമ്മളതാ ഇത് രണ്ടും എടുത്തു കൂട്ടി, ഇത് കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 0.25 എന്ന് അവിടെ കിട്ടും. 0.25 എന്ന് പറഞ്ഞാൽ 25/100 ആണ്. 25/100 വെട്ടിച്ചുരുക്കിയാൽ 1/4 എന്ന് കിട്ടും. 625 എന്നാൽ 5/4 ആണ്. 5/4 all raised to 1/4 എന്ന് പറഞ്ഞാൽ 5 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദാ നോക്കുക, അടുത്ത ചോദ്യം. 3/5 into 5/4 into 7/3 by 21/3 into 25 square. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഒരു കാര്യമുണ്ട്. a⁻m into b⁻m എന്നാൽ എന്തെന്ന് എഴുതാനായിട്ട് പറ്റും, a into b whole raised to m എന്ന് എഴുതാം. ഇത് തിരിച്ചും വാലിഡ് അല്ലേ? a into b all raised to m എന്ന് പറഞ്ഞാൽ a raised to m into b raised to m എന്ന് കാണാനായിട്ട് പറ്റും. ഇവിടെ 3/5 into 5/4 into 7/3. എടാ 21-നെ എനിക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും, 3 ഗുണം 7 എന്ന് എഴുതാനായിട്ട് പറ്റും. നമുക്ക് തന്നിരിക്കുന്ന 21/3 ആണ്. അപ്പൊ ഇതിന് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ദാ നോക്കുക, ഇതിനെ 3/3 into 7/3 എന്ന് എഴുതാനായിട്ട് പറ്റും. 21-നെ ഇപ്പൊ ഞാൻ എങ്ങനെ എഴുതാൻ പോകുന്നത്, 3/3 into 7/3. 3/3 into 7/3. 25-ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 എന്ന് പറഞ്ഞാൽ 5-ന്റെ സ്ക്വയർ അല്ലേടാ. 5-ന്റെ സ്ക്വയർ raised to 2 a⁻m whole raised to n എന്നാൽ എന്താണ്, a⁻m into n 5/2 into 2 4. ഒരിക്കൽ കൂടി 25-ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5-ന്റെ സ്ക്വയറിന്റെ സ്ക്വയർ, 5-ന്റെ സ്ക്വയറിന്റെ സ്ക്വയർ, 5-ന്റെ സ്ക്വയറിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ രണ്ടും കൂടെ ഗുണിച്ച് 5/4 എന്ന് എഴുതാനായിട്ട് സാധിക്കും. 25-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625 ആണ്. 625 പറഞ്ഞാൽ 5/4 തന്നെയല്ലേ, തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ ഇവിടെ എന്തെന്ന് എഴുതാം, 5/4 എന്ന് എഴുതാം. ഇപ്പൊ നമുക്ക് എല്ലാം വെട്ടിക്കളയാൻ പറ്റും. 5/4 5/4 വെട്ടാം. ദാ 3 വെട്ടാം. ഇനി എന്താണ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ a⁻m/a⁻n എന്നാൽ പവറുകൾ തമ്മിൽ കുറയ്ക്കണം. 3/5/3/3 എന്ന് കണ്ടാൽ പവറുകൾ തമ്മിൽ കുറയ്ക്കുക. 5 മൈനസ് അടി കിടക്കുന്നത് 5 മൈനസ് 3 2 എന്ന് വരും. 3-ന്റെ സ്ക്വയർ 9 എന്ന് വരും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 9 എന്നതായിരിക്കും. ഓക്കെ അല്ലേ, വ്യക്തമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായി, സെറ്റാണ്. ഞാൻ എന്താ ചെയ്തത്, 21-നെ 3 ഗുണം 7 എന്നും 5-നെ 5-ന്റെ സ്ക്വയർ എന്നും കണ്ടെഴുതിയിട്ട് ഇവിടെ എന്താ അങ്ങനെ എഴുതി കഴിയുമ്പോൾ കുറേ സാധനം വെട്ടിപ്പോകും. ആ വെട്ടിപ്പോകുന്നെല്ലാം വെട്ടിപ്പോയിട്ട് സിമ്പിൾ ആയിട്ട് ഞാൻ എഴുതി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെ അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂമറേറ്റർ 2-ന്റെ ക്യൂബ് 2/5 2/3 3/2 3/4 5-ന്റെ സ്ക്വയർ. അപ്പൊ എങ്ങനെ എഴുതാനായിട്ട് പറ്റും, ഇവിടെ a⁻m into ദാ ഈ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, a⁻m into a⁻n എന്ന് പറഞ്ഞാൽ a⁻m plus n ആണ്. ഓക്കെ ആണല്ലോ. ദാ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 2/5 into 2/3 into 3/2 into 3/4 into 5/2 all divided by 2/6 into 3/3 into 5/4 into ഈ 6-നെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് ഒരു പ്രയോജനവും എനിക്കില്ല. ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ, അഭാജ്യ ഘടകങ്ങളാക്കിയിട്ട് ഇതിനെ ഞാൻ എഴുതാൻ പോവുകയാണ്. എങ്ങനെ എഴുതാൻ പറ്റും, 2 into 3 എന്ന് എഴുതാം. അങ്ങനെ എഴുതി കഴിയുമ്പോൾ all raised to -1 എന്നതാ ഇങ്ങനെ മാറും. ഇവിടെ എന്താണ്, 2/5 into 2/3 2/8 into 3/2 into 3/4 3/6 into 5-ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ 2/6 into 2/1 എങ്ങനെയാകും, 2/7 എന്നാകും. 2/6 into 2/1 2/7 എന്നാകും. ഇൻറ്റു 3/3 into 3 എന്ന് പറയുമ്പോൾ എന്ത് വരും, 3/3 into 3 എന്ന് പറഞ്ഞാൽ 3/3 into 3/1 എന്നാണ്. അത് 3/4 എന്ന് വരും. ഇൻറ്റു 5/4 എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ട് a⁻m by b⁻n ഈക്വൽ ഇങ്ങനെയാണല്ലേ വരുന്നത്. നിങ്ങളിവിടെ കണ്ടിട്ടുണ്ട് a⁻m by a⁻n ഈക്വൽ a⁻m - n. അപ്പൊ ഇവിടെ 2 ഈ 8ഉം 7ഉം കൂടെ സെപ്പറേറ്റ് ചെയ്ത് മുകളിൽ എഴുതാം. 8-ന്ന് 7 പോയാൽ 1 ഇൻറ്റു ഈ 6-ൽ നിന്നും 4 കുറയ്ക്കുക 3/2 ഇൻറ്റു ഇവിടെ എന്ത് വരും, ഇവിടെ 5ഉം
2ഉം 4ഉം ആണ് അല്ലേ? ഇവിടെ എന്ത് വരും? ഇവിടെ വലുത് എവിടെയാണോ അത് അവിടെ എഴുതുക. വലുത് എവിടെയാണോ, വലിയ സംഖ്യ എവിടെയാണോ അവിടെ നിലനിർത്തുക. അപ്പോൾ ഇവിടെ ബൈ എഴുതി. ഈ 5 എന്ന് വരും. 4 2 4 കൂടെ കുറച്ച് ഇവിടെ എഴുതുക. 4ൽ നിന്ന് 2 കുറച്ച് 2 എഴുതുക. ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ 5/2/5/4 എന്ന് ചോദിച്ചാൽ 2ൽ നിന്ന് 4 കുറയ്ക്കുക. ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഉത്തരം വരുന്നത് 5/2 - 4 സമം 5/-2 സമം 1/5/2 എന്നാണ് വരുന്നത്. ഇതിന് ഇത്രയും സ്റ്റെപ്പ് എഴുതേണ്ട, ഒറ്റയടിക്ക് നിങ്ങൾ എഴുതാം. ഇവിടെ എവിടെയാണ്, ഇതിലേതാണ് വലിയ സംഖ്യ എന്ന് നോക്കുക. ഓക്കെ ആണല്ലോ? ആ വലിയ സംഖ്യ ഉള്ളിടത്ത് ഇത് കുറച്ച് എഴുതുക. എന്ത് വരും? 2 - 4 2 എന്ന് വരും. മുകളിൽ ഇത് വെട്ടുക 1 എന്നാകും. ഓക്കെ ആണല്ലോ? 5ന്റെ സ്ക്വയർ ഇവിടെ വെട്ടുമ്പോൾ 1 എന്നാകും. ഓക്കെ ആണ്. ഇവിടെ എന്താണ്? ഇവിടെ 1 വലിയ സംഖ്യ എവിടെ ഉള്ളതാണോ അവിടെ തമ്മിൽ കുറച്ച് എഴുതുക. വലിയ സംഖ്യ ഉള്ളത് എവിടെയോ അവിടെ കുറച്ച് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇത് എന്ത് വരും? 2 ഇൻറ്റു ഓൾ റേസ് ടു -1 എന്നാണ്. 2/9/25 എന്ന് വരും. അതായത് 18/25 റേസ് ടു -1 എന്ന് പറയാൻ തിരിച്ചിട്ടോണം. 25/18 എന്ന് വരും. 25/18 എന്ന് വരുമ്പോൾ ഓപ്ഷൻ ഡി വരും. ഇവിടെ കൃത്യമായിട്ടും നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി 18/25 കൊണ്ട് റേസ് ടു -1 ഒരു സംഖ്യ റേസ് ടു -1 എന്ന് പറഞ്ഞാൽ 1/a ആണ്. a/b റേസ് ടു -1 എന്ന് പറഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ ആണ് b/a എന്ന് എഴുതിക്കോണം. ഓക്കെ ആണ്? വ്യക്തമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായി. സെറ്റ് ആണ്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു ചെല്ലാം. യെസ്, ദാ നോക്കിക്കേ. ഇവിടെ അടുത്തത് LSGD മെയിൻസിന് ചോദിച്ചൊരു ചോദ്യമാണ്. 25. ദാ ഞാൻ പറഞ്ഞു റൂട്ട് a എന്നാൽ a/1/2 എന്നാണ്. 25 ഇൻറ്റു റൂട്ട് 5 ഓൾ റേസ് ടു എക്സ് സമം ക്യൂബ് റൂട്ട് ഓഫ് 5 ഓൾ റേസ് ടു എക്സ് പ്ലസ് 1. ഇനി ക്യൂബ് റൂട്ട് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് എ ഒരു സംഖ്യയുടെ ക്യൂബ് റൂട്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ സംഖ്യ റേസ് ടു 1/3 എന്നാണ്. ഇനി ഇവിടെ 25 എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ അല്ലേ? 5ന്റെ സ്ക്വയർ ഇൻറ്റു 5/1/2 ഓൾ റേസ് ടു എക്സ് സമം 5/1/3 5/1/3 ഓൾ റേസ് ടു എക്സ് പ്ലസ് 1. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5ന്റെ സ്ക്വയർ ഇൻറ്റു 5/1/2 എന്ന് പറഞ്ഞാൽ 5/2 പ്ലസ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/5/2 എന്ന് വരും. 5/5/2 ഓൾ റേസ് ടു എക്സ് ഈക്വൽ 5/x പ്ലസ് 1/3 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാ നോക്കാം. ഇനി ഇവിടെ എന്താണ്? ഇത് രണ്ടും കൂടെ ഗുണിക്കാലോ അല്ലെ? ഇതാ ഇങ്ങനെ എഴുതാം. a/m ഹോൾ റേസ് ടു n എന്നാൽ a/m ആണ്. അപ്പൊ ഇവിടെയും അത് ഗുണിക്കാം. 5/2 ഇൻറ്റു എക്സ് 5/2 ഇൻറ്റു എക്സ് എന്ന് പറയാൻ 5x/2 എന്നാകും. 5x/2 ഈക്വൽ ടു 5/x പ്ലസ് 1/3 എന്ന് വരും. ഓക്കെ അല്ലേടാ? ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ബാക്കിയുള്ളത് എഴുതാം. ഇവിടെ a/m ഈക്വൽ a/n എന്നാൽ m ഈക്വൽ n എന്നായിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇവിടെ എന്താണ്? ഇവിടെ ബേസ് തുല്യമാണ്. അപ്പൊ പവറും തുല്യമായേ മതിയാകൂ. 5x/2 ഈക്വൽ ടു എക്സ് പ്ലസ് 1/3 എന്ന് വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 15x ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് വരും. ഇനി ഇവിടെ ചെയ്തേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ 15x ഈക്വൽ ടു ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു 1 2 എന്ന് വരും. ഈ 2xനെ ഇപ്പുറം എടുത്താൽ 15x മൈനസ് 2x സമം 2 എന്ന് വരും. 15x നിന്ന് 2x പോയ എത്രയാണടാ? 13x ഈക്വൽ ടു 2 എന്ന് വരും. എക്സിന്റെ വില 2/13 എന്ന് കിട്ടും. ശരിയല്ലേ? ഈ 13നെ ഇപ്പുറത്തേക്ക് എടുക്കുന്നു. LSGD മെയിൻസിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയുടെ മെയിൻസിന് ചോദിച്ച ചോദ്യമാണ്. അത്ര നിലവാരം കുറഞ്ഞതുമായിരിക്കില്ല, എളുപ്പമുള്ളതുമായിരിക്കില്ല, ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് സാധാരണയേക്കാൾ ഒരു 4 സ്റ്റെപ്പ് നമ്മൾ എഴുതേണ്ട വരും. ഇവിടുത്തെ ഈ ഒരു സ്റ്റെപ്പ് ഈ 2 സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2 സ്റ്റെപ്പ് ഒറ്റ സ്റ്റെപ്പാക്കി നിങ്ങൾക്ക് ചുരുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് എഴുതി എന്നിട്ട് ഇവിടെ ഡയറക്റ്റ് ഇങ്ങോട്ട് എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് തമ്മിൽ ക്രോസ് ചെയ്തിട്ട് ശരിയാക്കി എടുക്കുന്ന രീതി. 15x ഈസ് ഈക്വൽ ടു 2x പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ 13x ഈക്വൽ ടു 2 എന്ന് വരും. x ഈക്വൽ ടു 2/13 എന്ന് വരും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആയിരിക്കും.
ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ഉത്തരം 2/13. ഓക്കെ അല്ലേടാ? ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മുമ്പോട്ട് പോകാം. അടുത്ത ചോദ്യം. ഇവിടെ പൊതുവായിട്ടുള്ള സാധനം പുറത്തെടുക്കുന്ന ഒരു പരിപാടിയാണ്, പൊതുവായതിനെ പുറത്തെടുക്കുന്ന പരിപാടി. അപ്പം ഇവിടെ ദാ നോക്കുക എങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ചെയ്യുന്നത് ദാ നോക്കുക, 2/1001 പ്ലസ് 2/909. ഇവിടെ നോക്കിക്കേ, ഈ 2/900 1001 എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? 1001 എനിക്ക് 999 പ്ലസ് 2 എന്ന് എഴുതാനായിട്ട് സാധിക്കില്ലേ? അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 2/1001 എന്ന് പറഞ്ഞാൽ 2/999 പ്ലസ് 2, അതായത് 2 ഇതെന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാനായിട്ട് 2/999 ഇൻറ്റു 2/2. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 2/999 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ പ്ലസ് 2/999 എന്ന് എഴുതാം. ഇതേപോലെ തന്നെ 2/1000 എനിക്ക് 998 പ്ലസ് 2 എന്ന് എഴുതാം. അപ്പൊ 2/998 എന്ന് പറഞ്ഞാൽ 2/1000 എന്ന് പറഞ്ഞാൽ 2/998 പ്ലസ് 2 എന്നും അതിനെനിക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഇതാണ് റിസൾട്ട്. a⁻m പ്ലസ് n-നെ a⁻m ഇൻറ്റു a⁻n എന്ന് എഴുതാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. ആ ഒരു ആശയം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എഴുതുന്നു. ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഡിനോമിനേറ്ററിൽ വീണ്ടും 2/998 ഇൻറ്റു 2/2 മൈനസ് 2/998 എന്ന് വന്നു. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഇതും ഇവനും കോമൺ ആണ് അല്ലേ? ഇവിടെ ഡിനോമിനേറ്റർ ഇവനും കോമൺ ആണ്. പൊതുവായിട്ടുള്ളവരെ പുറത്തെടുത്താൽ 2/999 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ഇവനെയും കോമൺ ആയിരുന്നു, പുറത്തെടുത്തു. ബൈ ഇനി എന്താ, ഇവനെയും പുറത്തെടുക്കുന്നു. 2/998 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ മൈനസ് 1. ഇനി എന്താണ്, ഇവിടെ ഞാൻ പറഞ്ഞു വലിയ സംഖ്യ എവിടെയാണെന്ന് നോക്കുക. ഇവിടെ പവറുകൾ 2/999 ബൈ 2/998 a⁻m/a⁻n. വലിയ സംഖ്യ എവിടെയാണെന്ന് നോക്കുക. 999 ആണ് വലുത്. അപ്പൊ മുകളിൽ 2 എന്ന് എഴുതി ഇവ തമ്മിൽ കുറച്ച് കിട്ടുന്ന സാധനങ്ങൾ 999 നിന്നും 998 പോയാൽ 1 എന്ന് വരും. ബ്രാക്കറ്റിൽ ഇത് 2ൻ്റെ സ്ക്വയർ പ്ലസ് 1, 2ൻ്റെ സ്ക്വയർ 4 ആണ്, 4 പ്ലസ് 1 5 എന്ന് വരും. ഡിനോമിനേറ്ററിൽ 2ൻ്റെ സ്ക്വയർ 4 ആണ്, 4ൽ നിന്ന് 1 പോയാൽ 3 എന്ന് കിട്ടും. അതായത് 2 ഗുണം 5/3 എന്ന് വരും. നമ്മുടെ ഉത്തരം 10/3 എന്ന് വരും. ഓപ്ഷൻ ബി 10/3 ആയിരിക്കും നമ്മുടെ ആൻസർ. എന്നാൽ പരീക്ഷയ്ക്ക് ഇവിടെ തന്നതിൽ ഇവയൊന്നും അല്ല എന്നതായിരുന്നു ഉത്തരം വരുന്നത്. അതായത് ഇവിടെ ഞാനിപ്പോൾ 10/3 എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയതാണ്. പരീക്ഷയ്ക്ക് ഈ ഓപ്ഷൻ വന്നിരുന്നത് 1, 3, 5 ഇവയൊന്നുമല്ല എന്നായിരുന്നു. ഇവയൊന്നുമല്ല എന്നതാണ് ഉത്തരം വരുന്നത്. 10/3 എന്ന് വരും. നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു അത്. അതുകൊണ്ട് കൃത്യമായിട്ടും ഈ സാധനം ഒന്ന് ശ്രദ്ധിച്ചോണം. ഇത്തരം ചോദ്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. പൊതുവായതിനെ പുറത്തെടുത്ത് വെട്ടിച്ചുരുക്കി എഴുതി കണ്ടുപിടിക്കുന്നു. പൊതുവായതിനെ പുറത്തെടുത്ത് വെട്ടിച്ചുരുക്കി എഴുതി കണ്ടുപിടിക്കുന്നു. അവിടെ ഉപയോഗിക്കുന്ന മൂലാധാരമായിട്ടുള്ള സൂത്രവാക്യം a⁻m പ്ലസ് n-നെ a⁻m ഇൻറ്റു a⁻n എന്ന് എഴുതാം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു ചെല്ലാം. √22/5 പ്ലസ് 30 3/10 പ്ലസ് x = 2√2 ഹോൾ സ്ക്വയർ ആയാൽ എക്സിന്റെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു ചോദ്യം അല്പം എന്താ പറയാ, ഒരു ലെവൽ കൂടിയ ചോദ്യമാണ്. LDC ലെവലിൽ തന്നെ കുറച്ചുകൂടെ കൂടിയൊരു ചോദ്യമാണ്. അപ്പൊ ഈ ചോദ്യം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ സ്ക്വയർ റൂട്ടാണ് നമുക്ക് പ്രശ്നക്കാരൻ, അവനെ മാറ്റണം. സ്ക്വയർ റൂട്ടിനെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, അതിന്റെ നേരെ എതിർവശം നിൽക്കുന്ന അല്ലെ അവന്റെ നേരെ ഒപ്പോണന്റ് ആയിട്ടുള്ള അവന്റെ നേരെ എതിരാളിയായ സ്ക്വയറിനെ വെച്ച് സ്ക്വയർ റൂട്ടിനെ മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇവനെ അങ്ങ് മാറ്റി എഴുതിക്കോണം. 2√2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 2√2ന്റെ സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചാൽ 2ന്റെ സ്ക്വയർ 4, √2ന്റെ സ്ക്വയർ 2, 4 ഗുണം 2 8. അപ്പൊ ഇവന് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും, സ്ക്വയർ റൂട്ട് ഓഫ് 20 2/5 പ്ലസ് 30 3/5 പ്ലസ് എക്സ് ഈക്വൽ ടു 8. രണ്ട് സൈഡിലും സ്ക്വയർ എടുക്കാം. രണ്ട് സൈഡിലും സ്ക്വയർ എടുക്കുമ്പോൾ എന്താകും, 20 2/5 പ്ലസ് 30 3/5 പ്ലസ് എക്സ് ഈക്വൽ ടു 64. ഇനി ഇത് മിശ്ര ഭിന്നമാണ്. മിശ്ര ഭിന്നത്തെ എളുപ്പത്തിൽ കൂട്ടാൻ നമുക്കറിയാം. സംഖ്യകളെയും ഭിന്നങ്ങളെയും തമ്മിൽ കൂട്ടിയാൽ മതി. എങ്ങനെ എഴുതാൻ പറ്റും, 20 2/5 പ്ലസ് 30 3/5 എന്ന് വരുമ്പോൾ സംഖ്യകൾ ഏതൊക്കെയാണ്, 20 30. അവ തമ്മിൽ കൂട്ടുന്നു. ഓക്കെ, പ്ലസ് ഇട്ടു. ഇനി എന്താ, 2/5 പ്ലസ് 3/5 അല്ലടാ, 3/10 അല്ലേ, 3/10 3/10 എന്ന് വരും. 3/10 യെസ്. 3 30
30/10. ഇവിടെയും 3/10. ഇവിടെയും 10 എന്ന് വരും. ഇനി ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ എന്താ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 50 എന്ന് വരും. 50 പ്ലസ് ക്രോസ് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ LCM എടുക്കാം. ഈ 5നെ 10 ആക്കാം. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 4/10 പ്ലസ് 3/10. അപ്പോൾ 50 7/10 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? 50 7/10 പ്ലസ് എക്സ് ഈക്വൽ ടു 64 എന്ന് വരും. എക്സ് കാണാൻ വേണ്ടി ഇതിന് ഇപ്പുറം എടുത്താൽ മതി. എക്സിന്റെ വില എത്രയായിരിക്കും? 64 മൈനസ് 50 7/10. ഇവിടെ ഇവ തമ്മിൽ ഒരു മിശ്ര ഭിന്നമല്ലാത്തൊരു സംഖ്യയും, അതായത് ഭിന്നമല്ലാത്തൊരു സംഖ്യയും ഒരു മിശ്ര ഭിന്നത്തെയും കുറയ്ക്കുന്ന നേരത്ത് ഇവിടെ ഭിന്നമുണ്ടോ ഇതിന്റെ കൂടെ? ഇല്ല. അപ്പൊ ഇവിടെ സംഖ്യകളെ തമ്മിൽ ആദ്യം കുറയ്ക്കുക. 64 മൈനസ് 50 ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഭിന്നമില്ലെങ്കിൽ അവിടെ 0 ഇടുക. ഭിന്നം 64 ഭിന്നമില്ലെങ്കിൽ അവിടെ 0 ഇടുക. മൈനസ് അതുപോലെ തന്നെ ഇട്ടു. മൈനസ് 7/10 എന്ന് വരുന്നു. ഓക്കെ, ഇതിന് കുറയ്ക്കുമ്പോൾ എത്ര വരും? 64 50 പോയാൽ 14 എന്ന് വരും. 14 മൈനസ് 7/10 എന്ന് വരും അല്ലെ? 0 മൈനസ് 7/10 അങ്ങനെ. ഇനി എന്ത് ചെയ്യണം? ഇവനെ കുറച്ച് എഴുതണം. 14 ഇൻറ്റു 10 140 മൈനസ് 7. അതാ ഇവനെ മാറ്റി എഴുതണം. 14 ഇൻറ്റു 10 പ്ലസ് മൈനസ് 7 എന്ന് പറയുമ്പോൾ 140 മൈനസ് 7/10 എന്ന് വരും. 133/10 എന്ന് വരും. 133/10 ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുക ഇങ്ങനെയായിരിക്കും. 10 ചെയ്യുമ്പോൾ ഒരു തവണ 10 3 എഴുതുന്നു. ഈ 3 ഇങ്ങോട്ട് ഇറക്കി എഴുതി. 3 തവണ 30 ശിഷ്ടം 3 എന്ന് വരും. അതായത് നമ്മുടെ ഉത്തരം 13/10 എന്നതായിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ഉത്തരം. ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് മിശ്ര ഭിന്നങ്ങളെ കൂട്ടാനും കുറയ്ക്കാനും ആ ഒരു ഭാഗം നിങ്ങൾക്ക് അറിയാമേലെങ്കിൽ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ എന്ന് പറയുന്ന ആശയം ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എടുത്ത് സെറ്റാക്കി തരാം. ക്ലിയർ ആണല്ലോ? മിശ്ര ഭിന്നത്തെ കൂട്ടാനും കുറയ്ക്കാനും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൃത്യമായിട്ട് അറിയണം. ഇവിടെയാണ് ആ സമയം ലാഭിക്കുന്നത്. മറ്റേ വഴിക്ക് പോയി കഴിഞ്ഞാലും ചെയ്യാനായിട്ട് പറ്റും, പക്ഷെ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ആ വഴി നമ്മൾ ചൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ശരി. അപ്പൊ അടുത്ത ചോദ്യം നോക്കിക്കേ. 2n-2 ഈക്വൽ ടു 96 ആയാൽ n-ന്റെ വില എന്ത്? അപ്പൊ അതാ നോക്കുക, ഇത്തരം ഒരു ചോദ്യം 2024-25 വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? 2n മൈനസ് 2n-2 എന്ന് പറഞ്ഞാൽ 96 ആണ്. ഇവിടെ n-2 ചെറിയ സംഖ്യ ഏതാണ്? n-2 ആണ് ഇവിടെ. അല്ലെങ്കിൽ n വെളിയിലെടുക്കാം. ഈ 2n-2 എനിക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. 2n ഇൻറ്റു 2 a m പ്ലസ് n എന്ന് പറഞ്ഞാൽ am ഇൻറ്റു an ആണ്. ഇനി അങ്ങനെയല്ല, നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ട്. am-n എന്നാൽ am/an ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ ഇങ്ങനെ എഴുതാൻ പറ്റും. 2n മൈനസ് 2n/2 ഈക്വൽ ടു 96. ഇവിടെ എന്ത് ചെയ്യാം? ഈ 2n കോമൺ ആണല്ലേ? ഈ 2n കോമൺ ആണ്. അവരെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2n ഇൻറ്റു 1 മൈനസ് 2ന്റെ സ്ക്വയർ ഈക്വൽ ടു 96 എന്ന് ലഭിക്കും. ഓക്കെ ആണല്ലോ? ശരി. ഇനി ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ കുറയ്ക്കുമ്പോൾ 2n ഇൻറ്റു ഇത് 1 മൈനസ് 1/4 ഈക്വൽ ടു 96 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു സാധനത്തിന് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ദാ നോക്കുക, 2n ഇൻറ്റു ഇത് എങ്ങനെ വരും? 4 മൈനസ് 1 അല്ലെ? 1 മൈനസ് 1/4 എന്ന് പറഞ്ഞാൽ 3/4 എന്ന് വരും. ഈക്വൽ ടു 96. ഇനി ഇവിടെ എന്ത് ചെയ്യാം? ഈ 3ഉം ഇതും വെട്ടാം. ഇവിടെ 32 എന്ന് വരും. നമുക്ക് എന്താ വരുന്നത്? 2n എന്ന് പറയുമ്പോൾ ഇവൻ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 32 ഗുണം 4 എന്ന് വരും അല്ലേ? 2n സമം 32 ഗുണം 4 എന്ന് പറഞ്ഞാൽ 128 ആണ്. കൃത്യമായിട്ടും പഠിച്ചുകൊള്ളുക. 2/7 ആണടാ 128. 2/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32. 2/6 എന്ന് പറഞ്ഞാൽ 64. 2/7 എന്ന് പറഞ്ഞാൽ 128. പിന്നെ 2/4 എന്ന് പറഞ്ഞാൽ 16. അങ്ങനെ ആദ്യത്തെ 10ന്റെ 10 പവറുകൾ കൃത്യമായിട്ടും പഠിക്കുക. അതായത് ഈ സാധനങ്ങൾ 2ന്റെ ക്യൂബ് 8, 2ന്റെ സ്ക്വയർ 4, 2/4 എന്നാൽ 16, 2/5 എന്നാൽ 32, 2/6 എന്നാൽ 64, 2/7 എന്നാൽ 128, 2/8 എന്നാൽ എത്ര വരും? 128ന്റെ ഇരട്ടി. 120ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 240ഉം 16ഉം 256 എന്ന് വരും അല്ലെ? 128ന്റെ
ഇരട്ടി എന്ന് പറയുമ്പോൾ കറക്റ്റാണ് 256. 256ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400, 100, 12 അല്ലേ, 512 എന്ന് വരും. 2/10 എന്നാൽ 1000 അല്ലെ, 1512ൻ്റെ ഇരട്ടി 1024 എന്ന് വരും. ഇത്രയും സാധനങ്ങൾ 2ൻ്റെ ആദ്യത്തെ 10 പവറുകൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 2n = 2/7. a/m = a/n ആയാൽ m-ഉം n-ഉം തുല്യം. അപ്പോൾ ഇവിടെ പവറുകൾ തുല്യമായിരിക്കും. n = എത്ര എന്ന് വരും? 2n = 2/7 എന്ന് വന്നാൽ n-ൻ്റെ വില 7 എന്നതായിരിക്കും. 7 നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ് ഞാനിവിടെ ചെയ്തത്? ഒരിക്കൽ കൂടി പറയുന്നു, a/m/a/n എന്നാൽ a/m-n ആണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. അപ്പൊ ആ ഒരു ആശയത്തെ ഞാനിവിടെ ഉപയോഗിച്ചു. a/m-n എന്ന് പറഞ്ഞാൽ a/m/a/n. അപ്പൊ 2/n-2 ഞാൻ എങ്ങനെ എഴുതി? 2/n/2. 2/n രണ്ടിടത്തും കോമൺ ആണ്, അവരെ അങ്ങ് പുറത്തേക്ക് എടുത്തു. 1 - 1/2² എന്ന് പറയുമ്പോൾ 1 - 1/4 എന്ന് വരുന്നു. അതായത് 2n × 3/4 = 96 എന്ന് വരും. അതായത് 32 എന്ന് വരും. 2n = 32 × 4 അതായത് 128. 2n = 128. 2n എന്ന് പറഞ്ഞാൽ 2/7 എന്ന് വരും. n-ൻ്റെ വില 7 എന്ന് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ ആണ്. വളരെ മനോഹരമായിട്ട് അത് മനസ്സിലായി. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? ശരി, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരാം കേട്ടോ. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു രാവിലെ സമയത്ത് ഇരുന്ന് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടോപ്പിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വള്ളിയാക്കുന്ന, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഏറ്റവും രാവിലെ നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ലെവൽ കൂടുന്നതായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ബോട്ട് മാസും കൂടെ വെച്ച് എക്സ്പോണൻസ് സോൾവ് ചെയ്യുന്നതാണ്. 17/7.5 ഡിവൈഡഡ് ബൈ 17/3.5 ഇൻറ്റു 17/4.5 എന്ന് പറഞ്ഞാൽ 17 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 17ൻ്റെ പവറിൽ എന്ത് വരും? ഇവിടെ ബോട്ട് മാസ് വെച്ച് ആദ്യം ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. a/m ഡിവൈഡഡ് ബൈ a/n എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ആള്. a/m/a/n എന്ന് പറയാൻ എന്താണടാ? a/m-n. അപ്പൊ ആദ്യം ആ പവറുകളെ തമ്മിൽ കുറയ്ക്കുക. 7.5 - 3.5 എന്ന് പറയാൻ 4 എന്ന് വരും. 17/4 ഇൻറ്റു 17/4.5 എന്ന് വരും. a/m × a/n എന്നാൽ a/m+n. അപ്പൊ 17/4 + 4.5 എന്ന് പറയുമ്പോൾ എത്ര വരും? 17/8.5 എന്ന് വരും. അതായത് നമ്മുടെ ഉത്തരം 8.5 എന്നതായിരിക്കും. ഇവിടെ എന്താണ് ഉപയോഗിച്ചത്? ആദ്യം ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ പവറുകൾ കുറയ്ക്കുക. പിന്നെ എന്താണ്? ഗുണിച്ചു. ഗുണിക്കുക എന്ന് പറയുമ്പോൾ പവറുകൾ കൂട്ടുക. ഡിവിഷൻ പവർ കുറയ്ക്കുക, മൾട്ടിപ്ലിക്കേഷൻ പവർ കൂട്ടുക. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? 8.5. ശരി, അടുത്ത ചോദ്യം നോക്കിക്കേ. ഇവിടെ സ്ക്വയറിൻ്റെ അകത്ത് വീണ്ടും സ്ക്വയർ റൂട്ടിനകത്ത് വീണ്ടും സ്ക്വയർ റൂട്ടൊക്കെ വന്ന് ഭയങ്കര കുഴപ്പിക്കുന്ന പോലെ കിടക്കുന്നതാണ്. ഒരു കുഴപ്പീരുമില്ല, നമുക്ക് സമാധാനത്തിൽ ചെയ്താൽ മതി. ഓക്കെ, ഇതാ നോക്കുക. റൂട്ടിൻ്റെ അകത്ത് 2^3 ഹോൾ സ്ക്വയർ ഇൻറ്റു 5^3 ഹോൾ സ്ക്വയർ. a/m × b/m = a × b ഹോൾ m എന്ന് നിങ്ങൾ വളരെ മനോഹരമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതാ ഈ അകത്ത് കിടക്കുന്നവനെ നോക്കുക. 2ൻ്റെ ക്യൂബ് ഹോൾ സ്ക്വയർ ഇൻറ്റു 5ൻ്റെ ക്യൂബ് ഹോൾ സ്ക്വയർ. ദാ നോക്കിക്കേ, പവറുകൾ തുല്യമല്ലേ? അപ്പോൾ ഇതിന് 2ൻ്റെ ക്യൂബ് ഇൻറ്റു 5ൻ്റെ ക്യൂബ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് സാധിക്കും. 2ൻ്റെ ക്യൂബ് എന്നാൽ 8 ആണ്. 5ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ആണ്. ഹോൾ 2 എന്ന് കിട്ടും. 8 × 125 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125ൻ്റെ 8 ഇരട്ടി. 125ൻ്റെ 8 ഇരട്ടി എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000ൻ്റെ സ്ക്വയർ എന്ന് വരും. നമുക്കിനി വേണ്ടത് ഇതല്ലേ, അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് വേണ്ടത്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 10 ഇൻറ്റു റൂട്ട് ഓഫ് 1000ൻ്റെ സ്ക്വയർ എന്ന് വരും. ഇവിടെ എന്താണ് സംഭവിക്കുക? കൃത്യമായിട്ടും സ്ക്വയറും സ്ക്വയർ റൂട്ടും കൂടെ ക്യാൻസൽ ആയി പോയിട്ട് ഇവിടെ റൂട്ടിൻ്റെ അകത്ത് 10 × 1000 എന്ന് വരും. എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 10,000. 4 0
സ്ക്വയർ റൂട്ടിന്റെ അകത്ത് എത്ര പൂജ്യമുണ്ടോ നമ്മൾ അതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ അതിന്റെ നേർ പകുതി പൂജ്യം നമ്മുടെ ഉത്തരത്തിന്റെ അകത്തുണ്ടാകും. അതായത് 0 0 1 0 0, അതായത് 100 എന്ന് വരും. 100ന്റെ സ്ക്വയർ ആണ് 10,000. അപ്പൊ റൂട്ട് ഓഫ് 10,000 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം? 100 ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇത് ചെയ്ത പരിപാടി കൃത്യമായിട്ട് മനസ്സിലായി. ഈ ഒരു റിസൾട്ടിനെ കൃത്യമായിട്ടും ഞാൻ അവിടെ ഉപയോഗിച്ചെന്ന് മാത്രം. ഇനി അത് മാത്രമല്ല, എ സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ്. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും എ ആണ്. ഈ ഒരു റിസൾട്ടും കൃത്യമായിട്ട് അവിടെ ഓർത്ത് വെച്ചിരിക്കണം. CPO ലെവലിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ സി 100 എന്നതായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. സ്ക്വയർ റൂട്ട് ഓഫ് 2n = 128. കണ്ടോ, എപ്പോഴും അങ്ങനെ ചോദിക്കും. രണ്ടിന്റെ പവറുകൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 128 തന്നെയാണ്. നോക്കിക്കേ, രണ്ടാമത്തെ ചോദ്യമാണ് 128 തന്നെ. 128 എന്ന് കണ്ടാൽ, എക്സ്പോണൻസിൽ 128 എന്ന് കണ്ടാൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് കണ്ടോണം? 2⁻7 ആണ് 128 എന്ന് കണ്ടോണം. ഇനി 2n സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 2n all raised to 1/2 എന്നാണ്. a⁻m whole raised to n എന്നാൽ a⁻m into n ആണ്. അപ്പൊ ഇവിടെ 2n into 1/2 n/2 എന്ന് വരും. 2n/2 സമം 128നെ ഞാൻ എങ്ങനെ എഴുതുന്നു? 2⁻7 എന്ന് എഴുതുന്നു. a⁻m = a⁻n എന്നാൽ m = n ആണ്. അപ്പൊ എന്ത് എഴുതാൻ പറ്റും? ഇവിടെ ബേസുകൾ തുല്യം. അപ്പൊ പവർ കറക്റ്റ് ആയിരിക്കണം. n/2 = 7. രണ്ടിന് ഇപ്പുറത്തേക്ക് എടുത്താൽ n = 7 × 2 = 14 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായി എങ്ങനെയാണ് ചെയ്തത്? 2⁻7നെ ഞാൻ തുടക്കത്തിലെ 128നെ തുടക്കത്തിലെ 2⁻7 എന്ന് എഴുതി. ഇനി റൂട്ട് ഓഫ് 2n എന്ന് പറഞ്ഞാൽ 2n all raised to 1/2 എന്നാണ്. അപ്പൊ 2n/2 എന്ന് വരും. 2n/2 = 7/2. അതായത് ഇവിടെ ബേസുകൾ തുല്യമെങ്കിൽ പവറും തുല്യമായിരിക്കണം. n/2 = 7 ആയിരിക്കണം. n/2 ഒരു സംഖ്യയുടെ പകുതി കണ്ടാൽ 7 കിട്ടുമെന്ന് പറയുമ്പോൾ ആ സംഖ്യ ഏതായിരിക്കണം? 14 ആയിരിക്കും അല്ലെ? ആ സംഖ്യ 7ന്റെ ഇരട്ടിയായ 14 ആയിരിക്കുള്ളൂ. അപ്പൊ 14 എന്ന് നമുക്ക് അവിടെ ഉത്തരം കിട്ടും. ഓക്കെ അല്ലേടാ? ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് x⁻y = y⁻x. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില 2y, അങ്ങനെയാണെങ്കിൽ വൈയുടെ വില എന്നാണ് ചോദിച്ചിരിക്കുന്നത്. x⁻y = y⁻x ആണ്. എക്സിന്റെ വില 2y ആണ്. അങ്ങനെയെങ്കിൽ വൈയുടെ വില എന്ത്? വളരെ നല്ല ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു ഇത് ചോദിച്ച വർഷം. ഒരുപാട് ആളുകൾ എഴുതാതെ സ്കിപ്പ് ചെയ്തു. 2 ആളുകളോ 3 ആളുകളോ മാത്രമേ 10 പേരെ എടുത്തു കഴിഞ്ഞാൽ ഉത്തരം അറ്റംപ്റ്റ് ചെയ്തുള്ളൂ. അതിൽ ഒരാളെ ശരിയാക്കിയിട്ടുണ്ടാവുള്ളൂ. അതായത് 1% മാത്രം ആളുകൾ ശരിയാക്കുന്ന ഒരു ചോദ്യം. ഈ ചോദ്യം എങ്ങനെ ചെയ്യാം? എക്സിന്റെ അവിടെ നിങ്ങൾ 2y എന്ന് കൊടുക്കുക. എക്സിന് എവിടെയൊക്കെ കാണുന്നു അവിടെ 2y കൊടുക്കുക. 2y whole raised to y = y⁻2y. ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ a into b whole raised to m എന്നാൽ a⁻m into b⁻m ആണ്. അപ്പൊ 2y into y⁻y = y⁻2y എന്ന് വരും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ y⁻y-നെ, അതായത് ഒരേ ബേസ് സെയിം ഉള്ളതിനെ ഒരേ സ്ഥലത്ത് കൊണ്ടുവരുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? 2y എന്ന് പറയുന്നത് y⁻2y by y⁻y എന്ന് വരും. a⁻m by a⁻n എന്നാൽ a⁻m-n. അപ്പൊ ഇവിടെ എന്ത് വരും? 2y = y⁻2. ഈ 2y നിന്നും y കുറയ്ക്കുക. 2y - y 2 ചക്ക മൈനസ് 1 ചക്ക 1 ചക്ക. 2y - y. ഇനി നോക്കുക, ഇവിടെ എന്താണ്? ഈ ഒരു സാധനത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കേ. നിങ്ങൾ പഠിച്ചിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. a⁻m = b⁻m. നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിരിക്കുന്നത് a⁻m = a⁻n ആയാൽ m = n എന്നാണ്. അതേപോലെ തന്നെ രണ്ട് സംഖ്യകളുടെ പവറുകൾ തുല്യമാണ്. ആ രണ്ട് എക്സ്പോണൻസും തുല്യമാണെന്ന് പറഞ്ഞാൽ ബേസുകൾ തുല്യമായേ മതിയാകുള്ളൂ. a⁻m = b⁻m. ഇവിടെ പവറുകൾ തുല്യമാണ്. അങ്ങനെയെങ്കിൽ ബേസും തുല്യമായിരിക്കണം. a = b ആയേ മതിയാകൂ. അതുകൊണ്ട് ഈ ഒരു സാധനം കൃത്യമായിട്ട് പഠിച്ചോണം. നാളെ അന്ന് വരെ ചോദിച്ചിരുന്ന ചോദ്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് PSC ചോദിച്ചു. ഇവിടെ അപ്പൊ എന്താണെടാ? ഇവിടെ നോക്കിക്കേ, ഇവിടെ പവർ രണ്ടും തുല്യമാണ്. അപ്പൊ ആ ബേസ് തുല്യമായിരിക്കണം. 2 = y. വൈയുടെ വില എത്രയായിരിക്കും?
ഓപ്ഷൻ സി 2 എന്ന് പറയാനായിട്ട് സാധിക്കും. എപ്പോഴും കൃത്യമായിട്ട് ഈ ഒരു സാധനം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, അല്ല എങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാകും. എങ്ങനെയാണ്? എക്സ് റൈസ് ടു വൈ ഈക്വൽ വൈ റൈസ് ടു എക്സ്. എക്സിന്റെ സ്ഥാനത്ത് 2y കൊടുക്കുക, 2y റൈസ് ടു വൈ ഈക്വൽ വൈ റൈസ് ടു 2y. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, എ റൈസ് ടു ബി ഹോൾ റൈസ് ടു എം. എ ഇൻറ്റു ബി ഹോൾ റൈസ് ടു എം ഈക്വൽ എ റൈസ് ടു എം ഇൻറ്റു ബി റൈസ് ടു എം എന്ന് പറയുമ്പോൾ 2 റൈസ് ടു വൈ ഇൻറ്റു വൈ റൈസ് ടു വൈ എന്ന് ഇതിനെ എഴുതാനായിട്ട് പറ്റും. വൈ റൈസ് ടു 2y ഈക്വൽ ടു വൈ റൈസ് ടു 2y എന്ന് വരും. ഇനി ഈ വൈനെ ഒരേ ഇക്വേഷൻ്റെ ഒരേ സൈഡിൽ കൊണ്ടുവരുമ്പോൾ 2 റൈസ് ടു വൈ ഈക്വൽ വൈ റൈസ് ടു 2y ബൈ വൈ റൈസ് ടു വൈ. എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ എന്നാൽ എ റൈസ് ടു എം മൈനസ് എൻ. അപ്പൊ 2 റൈസ് ടു വൈ ഈക്വൽ വൈ റൈസ് ടു 2y മൈനസ് വൈ എന്ന് വരും. വൈ റൈസ് ടു വൈ തന്നെ വരും. ഇനി പവറുകൾ തുല്യമാണ്, രണ്ട് സംഖ്യകൾ എ റൈസ് ടു എം ഈക്വൽ ബി റൈസ് ടു എം ആയാൽ എ ഈക്വൽ ബി ആകും. അപ്പൊ ഇവിടെ എന്ത് വരും? 2 റൈസ് ടു വൈ ഈക്വൽ വൈ റൈസ് ടു വൈ എന്നാൽ 2 ഈക്വൽ വൈ. വൈയുടെ വില എത്ര? 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായല്ലോ അല്ലേ? ശരി, അപ്പൊ അടുത്ത ചോദ്യം നോക്കടാ. അടുത്ത ചോദ്യം ഇവിടെയും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാര്യം ഇരിക്കണം. 3 റൈസ് ടു 1 എന്നാൽ 3, 3ന്റെ സ്ക്വയർ 9, 3ന്റെ ക്യൂബ് 27, 3 റൈസ് ടു 4 81, 3 റൈസ് ടു 5 200, 243 എന്നുള്ള സാധനം. ഇനി 3 റൈസ് ടു 6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ 3 ഇരട്ടി, 243ന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 9, 200, 200ന്റെ 3 ഇരട്ടി 600, 40ന്റെ 3 ഇരട്ടി 120, 9, 729 എന്ന് വരും. ഇനി 3 റൈസ് ടു 7 എന്ന് പറയുമ്പോൾ 2100. ദെൻ 29, 700ന്റെ 3 ഇരട്ടി 200ന്റെ 3 ഇരട്ടി 60 എന്ന് വരും അല്ലേ? 60. ദെൻ 9ന്റെ 18, 9ന്റെ 3 ഇരട്ടി 27 എന്ന് വരും. അപ്പൊ 2187 എന്ന് വരും. 3 റൈസ് ടു 7 എന്ന് പറഞ്ഞാൽ 2187. ദാ ഇത്രയും ആൾക്കാരെ കൃത്യമായിട്ടും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. അതായത് 3ന്റെ ആദ്യത്തെ 7 വരെയുള്ള പവറുകൾ വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചിരിക്കുക. 3 റൈസ് ടു 7 എന്ന് പറയുമ്പോൾ 2 റൈസ് ടു 187, 3 റൈസ് ടു 6 എന്നാൽ 729, 3 റൈസ് ടു 5 എന്നാൽ 243, 3 റൈസ് ടു 4 എന്നാൽ 81 എന്നുള്ള സാധനം കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അപ്പൊ ഇവിടെ 3 റൈസ് ടു എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 2187. ഇനി 3 റൈസ് ടു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 243. അങ്ങനെയെങ്കിൽ എക്സിന്റെ വിലയാണ് നമുക്ക് കാണേണ്ടത്. ദാ നോക്കുക, ഇവിടെ എനിക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഇതിനെ 3 റൈസ് ടു എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3 റൈസ് ടു 7. എ റൈസ് ടു എം ഈക്വൽ എ റൈസ് ടു എൻ ആയാൽ എം ഈക്വൽ എൻ. ഇതിൽ നിന്നും എന്ത് പറയാൻ പറ്റും? എക്സ് മൈനസ് വൈ എന്നാൽ 7 ആണ് എന്ന് പറയാൻ പറ്റും. അടുത്തത് എഴുതുമ്പോൾ 3 റൈസ് ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 243 എന്ന് പറഞ്ഞാൽ 3 റൈസ് ടു 5 ആണ്. വീണ്ടും എ റൈസ് ടു എം ഈക്വൽ എ റൈസ് ടു എൻ എന്നാൽ എം ഈക്വൽ എൻ ആകും. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്ന് വരും. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്ന് വരും. അപ്പോ നമുക്കിവിടെ എന്ത് പറയാനായിട്ട് പറ്റും? എക്സ് മൈനസ് വൈ എന്നത് 7, എക്സ് പ്ലസ് വൈ എന്നത് 5. എക്സിന്റെ വിലയല്ല കണ്ടുപിടിക്കേണ്ടത്, ഇത് രണ്ടും കൂടെ കൂട്ടാം. എക്സ് പ്ലസ് എക്സ് 2x മൈനസ് വൈ പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 0 എന്ന് വരും, പ്ലസ് 0 എന്ന് വരും. 7 5 12, 2x എന്ന് പറയുന്ന 12 എന്ന് വരും. എക്സിന്റെ വില 12ന്റെ പകുതി ആയിട്ടുള്ള 6 എന്നതായിരിക്കും. സോ 6 എന്നതായിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത്. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേ? 6 എന്നതായിരിക്കും നമ്മുടെ ഉത്തരം. ഇവിടെ വൈയുടെ വില ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 7. ഇവിടെ എക്സിന്റെ വില 6 അല്ലേ? 6 മൈനസ് വൈ ഈക്വൽ ടു 7. ഈ 6നെ അപ്പുറം എടുത്താൽ മൈനസ് വൈ ഈക്വൽ ടു 7 മൈനസ് 6 ഈക്വൽ ടു 1 എന്ന് കിട്ടും. മൈനസ് വൈ 1 ആണെങ്കിൽ വൈയുടെ വില -1 ആയിരിക്കും. ആ -1ഉം അവിടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. നമ്മളോട് എക്സിന്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? എക്സ്, രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ 5, അവ തമ്മിൽ കുറച്ചാൽ 7. അപ്പൊ ഏതാണ് ആ സംഖ്യകൾ എന്ന് ചിന്തിക്കും അല്ലേ? ഇവിടെ കൃത്യമായിട്ടും എന്താണ് ആ സംഖ്യ കണ്ടുപിടിക്കുക? ഇത് രണ്ടും കൂടെ കൂട്ടുക. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഈ സംഖ്യയിൽ 2 കൂട്ടി പകുതി എടുക്കുന്നു. 12ന്റെ പകുതി എത്ര? 6 എന്ന് വരും. ഇനി കുറയ്ക്കുന്നു. ഇവിടെ എത്ര വരും? 7 5 കുറച്ചാൽ 2, 2ന്റെ പകുതി 1. 6 1 കൂട്ടിയാൽ 7 ആണ്. 6ൽ നിന്നും 1 പോയി കഴിഞ്ഞാൽ 5 ആണ്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ദേ ഇത് കൂട്ടുമ്പോൾ 5 കിട്ടണം,
കൂട്ടുമ്പോൾ 5 കിട്ടണം എന്ന് പറയുമ്പോൾ 6ഉം ഒന്നുമല്ല, ഏതാണ് 6ഉം -1 കൂടെ കൂട്ടുമ്പോഴാണ് 5 വരുന്നത്. ഇനി കുറയ്ക്കുമ്പോൾ 7 വരണം. 6 - -1 6 + 1 7 എന്നാകും. ഈ നെഗറ്റീവിന്റെ കളികൾ വരുമ്പോൾ ഈ ഷോർട്ട് കട്ടിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ എപ്പോഴും ഷോർട്ട് കട്ട് നമ്മളെ തുണച്ചു എന്ന് വരില്ല. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം വെച്ചത് കേട്ടോ. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും മതി. അതായത് നമ്മളിവിടെ എക്സ്പോണൻസിന്റെ അത്യാവശ്യം നമുക്ക് വേണ്ട ചോദ്യങ്ങൾ ടൈപ്പ് എല്ലാം നമ്മൾ ഈ 2 ക്ലാസ്സുകളിലായിട്ട് മനോഹരമായിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ നോട്ടും അതുപോലെ പ്രാക്ടീസ് ചോദ്യങ്ങളും ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് അവിടെ ലഭിച്ചു തുടങ്ങും. ആ നോട്ട് വെച്ച് പഠിച്ചിട്ട് അതിനകത്തുള്ള ചോദ്യങ്ങൾ അന്നേ ദിവസം വൈകുന്നേരത്തിനുള്ളിൽ, ഇപ്പം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആകുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അടുത്ത ക്ലാസ്സിൽ കാണും വരേക്കും ടേക്ക് കെയർ, ടാറ്റ, ലവ് യു ഓൾ, ബൈ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും കമന്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ ഏത് ടോപ്പിക്ക് വേണമെന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ ഏത് ടോപ്പിക്ക് വേണമെന്ന് കമന്റ് ചെയ്യുക. ടാറ്റ, ബൈ, ലവ് യു ഓൾ.